السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا. قال رسول الله صلى الله عليه وسلم: يا رسول الله، ليس لنا شيء ويكفينا ثلاثة أمداد من أي شيء كان، أو كما قال رسول الله. يا سيدي سندي يا سيد السادات، جئتك قاصدا أرجو هماك ولا تخيب مقصدي. قد هل بي ما قد علمت من اللذى والظلم والضعف الشديد فأسعدي. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സംഗമം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പവിത്രമായ റബീഉൽ അവ്വലിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പവിത്രമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നീതിയുടെയും ധർമ്മത്തിന്റെയും പാതയിൽ ലോകത്തെ നയിച്ച പ്രവാചകന്റെ ഓർമ്മയിൽ ഏവർക്കും സ്നേഹം നിറഞ്ഞ നബിദിനാശംസകൾ നേരുന്നു. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണ് എന്ന പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്: ഒരിക്കൽ മദീനയിൽ വെച്ച് എനിക്ക് നല്ല വിശപ്പുണ്ടായി.
എൻ്റെ കൂടെ 3 ഫക്കീറുകളും ഉണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലൈസ ലനാ ശൈഉൻ വയക്ഫീനാ സലാസത്തു അംദാദിൻ മിൻ അയ്യി ശൈഇൻ കാന. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ അടുക്കൽ ഒന്നുമില്ല. ഏത് ഭക്ഷണമാണെങ്കിലും ശരി, ഞങ്ങൾക്ക് 3 മുദ്ദ് കിട്ടിയാൽ മതി എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് എനിക്ക് 3 മുദ്ദ് നല്ല ഈത്തപ്പഴം നൽകി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിലേക്ക് നാം ഈ ഹദീസിൽ നിന്ന്, ഈ ചരിത്രത്തിൽ നിന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പവർ എത്രത്തോളമാണ് എന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം ലഭിച്ചവർ മുത്തുനബിയോട് ചോദിച്ചപ്പോൾ തന്നെ 3 മുദ്ദ് ഈത്തപ്പഴമാണ് ആ പ്രിയപ്പെട്ടവർക്ക് കിട്ടിയതെങ്കിൽ അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് വഫാത്തിന് ശേഷവുമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല, അവിടുത്തെ വഫാത്തിന് ശേഷവും ഈ മുഅ്ജിസത്തും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്അറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്കുറൂൻ. സൂറത്തുൽ ഹുജറാത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ, ഖുർആൻ വിളിച്ച് പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. വലാ തജ്അറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം ഒച്ചയുണ്ടാക്കുന്നത് പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒച്ച വെക്കാനും പാടില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അങ്ങനെ ചെയ്താലും തഹബത അഅമാലുകും വഅൻതും ലാ തശ്കുറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു തന്നത്. ഞാനും നിങ്ങളും അറിയാത്ത ഭാഗത്തിലൂടെ നമ്മുടെ അമലൊക്കെ ബാത്തിലായി പോകും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ശബ്ദത്തേക്കാൾ നമ്മുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് വന്നതാണെങ്കിലും പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മളെല്ലാവരും ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി മക്കത്ത് പോകാറുണ്ട്. എന്നാൽ ആ മക്കയിൽ പ്രത്യേകമായ ശബ്ദങ്ങളും
തൽബിയത്തുകളും പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ മദീനയിലേക്ക് നാം സിയാറത്തിന് ചെല്ലുമ്പോൾ, റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഒച്ചയില്ല. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ആ മദീനയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈമാനുള്ള സത്യവിശ്വാസിയുടെ ഖൽബിലേക്ക് വല്ലാത്ത പ്രേമമാണ് വരുന്നത്, വല്ലാത്ത മഹബ്ബത്താണ് കടന്നു വരുന്നത്. ഒരു വളരെ നിശബ്ദതയുടെ സമയമാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ അടിസ്ഥാനത്തിൽ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചെന്നിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ സവിധത്തിൽ വളരെ അദബ് പാലിക്കണം, വളരെ ബഹുമാനം പാലിക്കണം. റസൂലുള്ളാഹിയുടെ മുന്നിലൂടെ അവിടത്തെ ശറഫാക്കപ്പെട്ട ഭൂമിയിൽ അന്തിവിശ്രമം കൊള്ളുന്ന ആ മദീനയുടെ ആ മുനവ്വറയുടെ മുന്നിലൂടെ ഞാനും നിങ്ങളും പോകുമ്പോൾ നാം നാട്ടിൽ നമ്മുടെ കൂട്ടുകാരനോട് ഹലോ എന്ന് പറയുന്നത് പോലെ അവിടെ പറയാറില്ല. അവിടെ സൂക്ഷ്മതയോടുകൂടി അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, വളരെ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി പറയുകയാണ്. എന്തിനാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഖുർആനാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചതായ സമൂഹമേ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. സംസാരിക്കാൻ പാടില്ല, അവിടെ ഉപജോഗ്യം പാടില്ല. എന്താ സംസാരിച്ചാൽ ആകാശം ഇടിഞ്ഞ്, നമുക്കൊക്കെ അങ്ങനെയാണല്ലോ. ചെയ്യരുത്, ചെയ്താൽ എന്താ കുഴപ്പം? ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അതാണ് അദബ്, അതാണ് മര്യാദ. അതുപോലെ തന്നെ വലാ തജ്അറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം ഒച്ചയുണ്ടാക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒച്ച വെക്കാനും പാടില്ല. മദീനയിൽ ചെന്നുകൊണ്ട് ആരും അങ്ങനെ തർക്കിക്കാറില്ല. മദീനയിൽ ചെന്നുകൊണ്ട് ആരും ഒച്ചപ്പാടുണ്ടാക്കാറില്ല. എനിക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ആരും ബഹളമുണ്ടാക്കാറില്ല. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ പഠിപ്പിക്കുന്നതാണ് പാടില്ല. അങ്ങനെ ചെയ്താലോ അൻതഹ്ബത അഅമാലുക്കും വഅൻതും ലാ തസ്കുറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ തത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നത്. സൂക്ഷ്മതയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. സൂക്ഷ്മത നാം കൈവിട്ടാൽ നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. നാം ചെയ്തത് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ പൂർവീകരായ മഹത്തുക്കൾ പറയുന്നത് പോലെ രാവിലെ മുതൽ വെള്ളം കോരുന്നു, വൈകിട്ടാകുമ്പോൾ കലമടയ്ക്കുന്ന ഒരവസ്ഥയായി മാറുകയാണ്. ഒരിക്കലും അങ്ങനെ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു. എന്നാൽ മറ്റൊരു ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കേട്ടോ, ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു. ശരിക്കും മനസ്സിലാക്കണമെന്ന്, നമ്മളൊക്കെ സാധുക്കളാണ്, നമ്മളൊക്കെ പാപികളാണ്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് വന്നു പോകുന്നുണ്ട്. എന്താ ഖുർആൻ അവിടെ സൂചിപ്പിച്ച്, ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്നവരാരോ എന്നാ പറഞ്ഞത്. നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാ? എന്താണ് ഉസ്താദി പറയുന്നത്? അള്ളാനെ ബുദ്ധിമുട്ടിപ്പിക്കുക, റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുകയോ? പ്രിയപ്പെട്ട സഹോദരാ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ,
നമ്മളൊക്കെ അള്ളാഹുവിനെയും റസൂലിനെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ടൊന്ന് നാം ആലോചിച്ചാൽ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാനത് വിശദീകരിക്കുന്നില്ല, ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മതി. എന്നാൽ ഖുർആൻ പറഞ്ഞത് ഇന്നല്ലദീന യുഊദൂനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്ന ആരോ അവരെ കുറിച്ചാണ് ലഅനഹുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ, അവരെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഖാലല്ലാഹു അസ്സ വജല്ല. മനസ്സിലാക്കണ ഖുർആൻ പറയാണ് ലഅനഹുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല വഅദ്ദലഹും അദാബൻ മുഹീനാ, അവർക്ക് വേണ്ടി അപമാനകരമായ ശിക്ഷ അല്ലാഹു തയ്യാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ നരകം ഉറപ്പാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ നേതാവ് ഹബീബായ തങ്ങളല്ലാതെ ആരാണ് മുഅ്മിനേ നേതാവുള്ളത്? ആരാണ് നേതാവുള്ളത്? നാം എല്ലാവരും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ കുറച്ച് രാജ്യങ്ങൾ മാത്രമല്ലേ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആളുകളല്ലേ ആ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെടുന്നത്. അതുപോലെ മറ്റുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവിടുത്തെ ആ പ്രധാനികളായ ആളുകളെ കുറിച്ചല്ലേ ഓർക്കുന്നത്. ചെറിയ ബുദ്ധിയാൽ ചിന്തിച്ചോ, അല്ലാഹുവിന്റെ റസൂലിനെ ലോകം തന്നെ ആദരിക്കുകയാണ്, ലോകം തന്നെ ബഹുമാനിക്കുകയാണ്. റസൂലുള്ള ഇല്ലാത്ത ബാങ്കില്ല, റസൂലുള്ള ഇല്ലാത്ത നിസ്കാരമില്ല, റസൂലുള്ള ഇല്ലാത്ത ഒരു ഇബാദത്ത് നമുക്കില്ല. എന്നിട്ടോ ആ റസൂലുള്ളാഹിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ റബീഉൽ അവ്വൽ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റപ്പെടുത്തുന്ന, റസൂലുള്ളാഹിയുടെ മൗലിദ് ചൊല്ലുമ്പോൾ ആക്ഷേപിക്കുന്ന ആളുകള്, അവരെ ഇസ്ലാം ഏത് കോലമാണ് പറഞ്ഞതെന്ന് ചിന്തിക്കണേ. ഇതാണ് റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അല്ല പറഞ്ഞത് എന്താണ്? അല്ല തന്നെ മൗലിദ് ഓതിയില്ലേ? അലം നശ്റഹ് സൂറത്തെടുത്ത് പരിശോധിക്കുമ്പോൾ കാണാം വറഫഅനാ ലക ദിക്റക. ആരെ കുറിച്ചാ പറഞ്ഞത്? മറ്റുള്ള പ്രവാചകന്മാരെ കുറിച്ചല്ല പറഞ്ഞത്, ഹബീബായ തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. തഫ്സീറുകൾ പരിശോധിക്കുക. മുത്തുനബിയുടെ മൗലിദാണ് അല്ലാഹു നടത്തിയത്. എന്നിട്ടോ അല്ല പറഞ്ഞു ആ റസൂലുള്ളാഹിനെ നിങ്ങൾ വഴിപ്പെടണം. അല്ല പറയാണ്, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടാൽ, അപ്പോൾ അല്ലാഹുവോട് റസൂലിനെ ഉൾപ്പെടുത്തണോ? പിന്നെ എന്തിനാ ഉൾപ്പെടുത്തിയത്? ലോകാവസാനം വരെയുള്ള ഈ ഉമ്മത്ത് മനസ്സിലാക്കാനാണ്. അല്ലാഹുവിന്റെ അടിമ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വലിയ ഇങ്ങനെ ഉയർത്തിയിരിക്കുകയാണ്, ചെറിയ രീതിയിലല്ല. പക്ഷേ സാധാരണക്കാരായ നമുക്ക് അത് വലിയ മടി അല്ലേ? നമ്മളൊക്കെ ഘോഷയാത്രയ്ക്കിന് പോകുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ ഈ നമ്മളിപ്പോ അറിയില്ല ഇഞ്ചി അടിച്ചത് പോലെ നിൽക്കുന്നത്. അത് ഈമാൻ വേണം, കൽബിൽ ഈമാൻ ഉണ്ടാകുമ്പോഴാണ് അതിനോടൊക്കെ മഹബത്ത് വരികയുള്ളൂ. പള്ളിയുടെ മുനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോൾ ഈമാനുള്ളവർ നിസ്കരിക്കാൻ പറ്റുള്ളൂ. പള്ളിയുടെ മുനാരങ്ങളിൽ നിന്ന് റസൂലുള്ളാഹിയുടെ മദ്ഹുകൾ കേൾക്കുമ്പോൾ ഈമാനുള്ളവനാണ് അതിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. ഈമാനില്ലാത്തവനെ കുറിച്ച് ചർച്ച തന്നെ ഇല്ലല്ലോ. ഒരു മാതാപിതാക്കൾക്ക് 2 മക്കളുണ്ടെങ്കിൽ, ചിലപ്പോൾ 3 മക്കളുണ്ടെങ്കിൽ, ഒരു മകനായിരിക്കും ശരിക്കും
മാതാപിതാക്കളെ ശരിക്കും നോക്കുന്നത്. ഇതേ ഒരേ വേദന നിന്നല്ലേ ഈ മൂന്ന് പേരും ആ മാതാവ് പ്രസവിച്ചത്. ഈ മൂന്ന് പേരെ ഒരേ രീതിയിലല്ല പിതാവ് വളർത്തി വലുതാക്കിയത്. എന്തുകൊണ്ട് ഒരു മകൻ മാത്രം മാതാപിതാക്കളെ ശരിക്കും അന്വേഷിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു? എന്തുകൊണ്ട്? ആ കുട്ടിക്ക് ദിശാബോധമുണ്ട്, ഈമാനുണ്ട്, തഖ്വയുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയും, സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഒരു ഹറാമും തീറ്റിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താണ് എന്റെ മക്കൾ ഇങ്ങനെ വഴികേടായി പോയത്, ഇങ്ങനെ പിഴച്ചു പോയത് എന്താണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവിടെയൊക്കെയുള്ള ഏറ്റവും വലിയ ഉള്ളടക്കം എന്താണ്? ഈമാനാണ്, വിശ്വാസമാണ്. വിശ്വാസം ശരിയാകുമ്പോഴാണ് എല്ലാം റെഡിയാകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഒരിടത്ത് പോലും മാറ്റി നിർത്തിയിട്ടില്ല. എന്നാൽ നമ്മൾ മാറ്റി നിർത്തുമ്പോ അള്ള വിടൂല. അള്ള പറഞ്ഞത് എന്താ? ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിച്ചു കഴിഞ്ഞാൽ അള്ള തന്നെ പറയാണ്, ലഅനഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ആ മനുഷ്യനെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ശപിക്കുന്നതാണ്. അത് മാത്രമല്ല, വഅദ്ദലഹും, അവന് വേണ്ടി തയ്യാർ ചെയ്തു, അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നു അദാബും മുഹീന, ഏറ്റവും നിന്ദ്യമായത്, അപമാനകരമായ ശിക്ഷ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിനെ ഒഴിവാക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട കാര്യമാണത്. മുത്തുനബിയെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല. അതാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളൊക്കെ റബീഉൽ അവ്വൽ 1 മുതൽ എല്ലാ ദിവസവും നമ്മൾ കേട്ട ഒരു ആയത്താണ്. ഏത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബ പരിശോധിക്കുമ്പോൾ അറിയാം. ഏതു സൂറത്ത്? തൗബ സൂറത്തിന്റെ 128ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. എങ്ങനത്തെ പ്രവാചകനാണ്? അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്തവരും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരും സത്യവിശ്വാസികളോട് ഏറ്റവും അധികം കരുണ ചെയ്യുന്നവരും ദയാലുവുമാണ്. ആര്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനത്തെ ഒരു നേതാവിനെ കാണിച്ചതാ. കുറ്റം പറയുന്ന ആളുകളുണ്ടല്ലോ, ആക്ഷേപിക്കുന്നവരുണ്ടല്ലോ. റസൂലുള്ളാഹ് സാധാരണ മനുഷ്യരിൽപ്പെട്ട മനുഷ്യനാണ്. നമ്മളൊക്കെ ജനിക്കുന്ന നമ്മുടെ ജന്മദിനം പോലത്തെ ഒരു ജന്മദിനമാണ് എന്ന് ഒരു വെടിവുമില്ലാതെ വിളിച്ചോതുന്നവരുണ്ടല്ലോ. അള്ളാഹു അത്തരം ഷർറുകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ള പറഞ്ഞ് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ്. സൂറത്ത് തൗബയുടെ ഈ 128ാമത്തെ ആയത്തിൽ അള്ള പറഞ്ഞത് അങ്ങനെയാ. ഇതാണ് നമ്മുടെ നബിയുടെ സ്വഭാവ ഗുണം, മുത്തുനബിയുടെ സ്വഭാവ ഗുണം അതാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞാനും നിങ്ങളും അടുക്കണം, മുത്തുനബിയിലേക്ക് നാം അടുക്കണം. ആ റസൂലുള്ളാഹി നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം ഉന്നതിയിലെത്തുകയാണ്.
നാം ഏറ്റവും വലിയ സന്തോഷകരന്മാരാവുകയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇതൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് നമ്മുടേതായ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് സമയങ്ങൾ ചെലവഴിക്കാനാണ് സമയങ്ങളുള്ളത്. ഖുർആൻ എന്ന് പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയേ അങ്ങ് മഹത്തായ സ്വഭാവത്തിലാകുന്നു. ഖുർആൻ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു പ്രവാചകന്റെ അനുയായിയായി അല്ലാഹു ഈ ദുനിയാവിലേക്ക് നമ്മെ സൃഷ്ടിച്ചപ്പോൾ ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ, അത് കൊണ്ടാടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ അധംപതിച്ചവനാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അവന്റെ കൽബിൽ കാപട്യമാണ്, അവന്റെ കൽബിൽ നിഫാഖാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുത്തുനബിയോ ഫോളോ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതങ്ങളെ ഞാനും നിങ്ങളും ചിട്ടപ്പെടുത്തണം. അവിടെയാണ് രക്ഷ. അതാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഉത്തമ നേതാവ്. വലൗ കുൻത ഫളൻ ഖലീലൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക. പരിശുദ്ധമായ ഖുർആനാണ്, തെളിവാണ്. ബുദ്ധിയുള്ളവര് മനസ്സിലാക്കിക്കോ. നബിയേ അങ്ങ് പരുഷ സ്വഭാവിയും കഠിന ഹൃദയവുമായിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റുഭാഗത്തു നിന്നും ഞങ്ങൾ പിന്തിരിഞ്ഞു പോകുമായിരുന്നു. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ കർശന നിലപാടുള്ള ആളുകളാണ് ആയിരുന്നെങ്കിൽ ഇന്ന് ഈ ഉമ്മത്ത് ഇതേ രീതിയിലാവുമായിരുന്നോ? ഇല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, വലൗ കുൻത ഫളൻ ഖലീലൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക. നബിയേ അങ്ങയുടെ ചുറ്റുഭാഗത്തിൽ നിന്നും അവർ പിന്തിരിഞ്ഞു പോകുമായിരുന്നു എന്ന് സൂറത്ത് ആൽ ഇംറാനിന്റെ 159 ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണം നമ്മൾ ചിന്തിക്കണം. ഞാനോ നിങ്ങളോ ഈ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു വേസ്റ്റ് കൊണ്ടുപോയി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇട്ടു നോക്കിക്കേ, അവന്റെ അഡ്രസ് ഉണ്ടാവില്ല. അവന്റെ അഡ്രസ് ഉണ്ടാവോ? അവനെ വെച്ചേക്കോ നമ്മള്? ഇല്ല. എന്നാൽ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചീഞ്ഞളിഞ്ഞ കൊടൽമാല കൊണ്ടുപോയി റസൂലുള്ളാഹിയുടെ ആ പൂമേലിട്ടപ്പോൾ ഹൃദയം പൊട്ടണം മുഅ്മിനെ. ഈ ഉമ്മത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്, ഈ സമുദായം ഉന്നതിയിലെത്തിക്കാണാൻ വേണ്ടിയാണ് ഹബീബായ തങ്ങള് അവിടെ ആ റുകൂയിലും സുജൂദിലും കിടന്നുപോയെന്നല്ല ചരിത്രം. ഫാത്തിമ ബീവി ഒന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലും മൗനം വീക്ഷിക്കുകയാണ്. ജിബ്രീൽ വന്ന് ചോദിച്ചില്ലേ, നബിയെ അവിടെ നശിപ്പിച്ചു കളയാം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഇത് വേണ്ട, ഇതാണ് നേതാവ്. നീതി ഏതാണ്, അനീതി ഏതാണ്, ധർമ്മം ഏതാണ്, അധർമ്മം ഏതാണ് എന്ന് വളരെ സ്പഷ്ടമായ രീതിയിൽ കാണിച്ചു തന്ന അനിശ്ചേത നേതാവ്, ഒരേ ഒരു പ്രവാചകൻ, ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലാതെ ആരുമില്ല. അതുകൊണ്ട് മുസ്ലിമായി ഞാനും നിങ്ങൾ VIP-കളാണ്. നമ്മുടെ നേതാവാരാണ്? മുത്തുനബിയാണ്. ശ്രീനാരായണ ഗുരുവും അതുപോലെയുള്ള പല സ്വാമിജികളും പല ക്രിസ്ത്യനും അതുപോലെ തന്നെ പല രീതിയിലുള്ള സംവിധാന ടെക്നോളജികളെല്ലാം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാര് പോലും പറഞ്ഞതെന്താ? മുഹമ്മദിനെ പോലെ ഒരു മനുഷ്യൻ ലോകത്ത് ഇല്ലേ ഇല്ല. അത്രത്തോളം ഗുണപാഠമുള്ള, നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വ്യക്തിത്വമാണ് ആര്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അതുകൊണ്ട് ആ നബിയെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര പുകഴ്ത്തിയാലും
ഒരിക്കലും നമുക്ക് നഷ്ടമില്ല, നമുക്ക് വിജയം മാത്രമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാത പിൻപറ്റി ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ മുത്തുനബിയെ അല്ലാഹുവേ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ കൽബിന്റെ വലിയ മഹബ്ബത്താക്കി തരണേ അല്ലാഹ്. ഇതല്ലേ റസൂലുള്ളാഹിനെ കാണാൻ ഒരു സ്വഹാബി വര്യൻ, ചരിത്രം നീണ്ടതാണ്. ആ ഒരു സ്വഹാബി വര്യൻ മുത്തുനബിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബി വിചാരിച്ചു, ഹറാമ് കണ്ട കണ്ണുകളെ കൊണ്ട് എന്റെ ഹബീബിനെ ഞാൻ കാണാൻ തയ്യാറല്ല, അതുകൊണ്ട് ഹറാമ് കണ്ട കണ്ണിനെ ഞാൻ പിഴുതു കളയട്ടെ എന്ന് പറഞ്ഞു കണ്ട് പിഴുതു കളഞ്ഞുകൊണ്ട റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ചരിത്രമില്ലേ? അതാണ് ഹുബ്ബ്, അതാണ് സ്നേഹം. റസൂലുള്ളാഹിയുടെ മുന്നിലൂടെ ആരും നടക്കൂലല്ലോ. അതാണ് നേതാവിന്റെ പവർ. ഏത് മനുഷ്യരും വലിയ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ആ മുത്തുനബിയുടെ ജന്മദിനത്തിലാണ് പവിത്രമായ യൗമുൽ ജുമുഅയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ വലിയ സന്തോഷമാണ്. വർഷങ്ങൾക്ക് അപ്പുറമാണ് നാം ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം നാം റബീഉൽ അവ്വൽ 12 കൂടിയിട്ടുള്ളത്. അടുത്തൊന്നും നമ്മൾ കൂടിയിട്ടില്ല. ഇന്നലെ സൂര്യൻ അസ്തമിച്ച സമയം മുതൽ ആ പ്രവാചകൻ ജനിച്ച രാവുകളാണ്. എല്ലായിടങ്ങളിലും നമ്മൾ കണ്ടില്ലേ, മിനിയാന്ന് മഗ്രിബ് കഴിഞ്ഞപ്പോൾ മദീനയുടെ ആ പരിസരങ്ങളിൽ അവിടെയുള്ള ആ പച്ചക്കുപ്പയുടെ ചാരത്ത് നിന്ന് വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ വേഷക്കാര്, വിവിധ നിറത്തിലുള്ള ആളുകൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ തോല അൽ ബദ്ർ പാടിക്കൊണ്ട്, അസ്റക പാടിക്കൊണ്ട് അവിടെ ജനങ്ങൾ ദ്വാർന്നെങ്കിൽ ഈ തട്ടിപ്പുകൾ നടത്തി മദീനയിലുമില്ല ഹറമിലുമില്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ പിടിച്ചെടുത്ത് അവരുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കുബുദ്ധികളുടെ ചതിയിൽ നമ്മൾ ചാടരുത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഉണർത്തുകയാണ്. ഈ മിനിയാന്ന് ബുധനാഴ്ച മദീനയിൽ നടന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഉംറക്ക് പോയിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ലൈവായിട്ട് കാണിച്ച മദീനയുടെ പച്ചക്കുപ്പയുടെ ആ മുൻഭാഗത്തും വലതുഭാഗത്തും നിന്ന് പല രാജ്യക്കാരിൽ നിന്ന് ആ ഹബീബായ റസൂലുള്ളാഹിയുടെ പേരിലുള്ള മദ്ഹുകൾ ആലപിച്ചുകൊണ്ട് അവർ പ്രാർത്ഥന നടത്തിയെങ്കിൽ, അങ്ങനെ ശിർക്കുകൾ വാഴുന്ന സ്ഥലമാണെങ്കിൽ, അവിടെ ലോകത്ത് ഏറ്റവും വലിയ പോലീസ് സംവിധാനമുള്ള സ്ഥലമാണല്ലോ, ആട്ടി ഓടിക്കേണ്ടതില്ലേ? ഓടിച്ചോ? ഇല്ല. ആരാ കിടക്കുന്നത്? ലോകത്തിന്റെ നേതാവ്. നേതാവിനെ അനുസ്മരിക്കണം. ഖുർആൻ പറഞ്ഞോ എത്രത്തോളം വേണ്ടി പറഞ്ഞോ എന്ന് ഖുർആൻ നമുക്ക് അനുവാദം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പിശുക്കും വേണ്ട, മഹബ്ബത്ത് ഇങ്ങനെ കൽബിൽ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു നന്മ മനസ്സിലാക്കാൻ, തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.